ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അത് തന്നെ, നമ്മളിപ്പോൾ തന്നെ കണ്ടോ 64 സ്റ്റാക്ക് അല്ല, ഒരു സ്റ്റാക്ക് നമ്മുടെ അയണോർ നമ്മൾ കഴിഞ്ഞ വീട്ടിലൊരു മൈനിങ് റൂം സെറ്റാക്കിയത് ഓർമ്മയുണ്ടോ? അവിടെ കിടന്ന് ഇന്നലെ നമ്മൾ ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോ ആണല്ലോ ഇട്ടേ. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് മൈനിങ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ ലാവാ പൂൾ കണ്ടുപിടിക്കാൻ പോയതാണ്. അപ്പോൾ ആണെങ്കിൽ നമുക്കിത് കിട്ടി. കുറേ കോളും മൈനിങ് പോയപ്പോഴും ഇവിടെ പോയപ്പോഴും കുറേ കോളും കിട്ടി. അങ്ങനെ ഇപ്പം മൊത്തം സെറ്റാണ് നമ്മൾ. ഇന്ന് നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കണം. എന്ത് പണിയാണെന്നറിയോ അതൊക്കെ. അതാ നമുക്ക് പോകാം. എന്നാൽ നമുക്ക് അതിനെടുത്തങ്ങ് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. മൊത്തം ഇരുത്തി സ്മെൽറ്റ് ചെയ്യാം. കത്തിക്കാത്ത കോള്, ഈ കോളും ഇതുണ്ട്, ഇത്രയും ഇതും കിട്ടും. ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ആർമർക്ക് ഉണ്ടാക്കി ഇട്ടേക്കണം. കോളെടുത്തോളൂ, കോളെടുത്ത് കത്തിക്കാൻ വെച്ചോളൂ, കത്തിക്കോളൂ. മതി കോപ്പർ കത്തിയത്, കോപ്പർ കണ്ടോ? അയൺ മതി. ഇനി അയണൊന്ന് കത്തിക്കാൻ വെച്ചിട്ട് നമുക്ക് അതിലുള്ള ടൂൾസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത്. നമുക്കിതാ ഇതിൻ്റെ ഇവിടെയാണ് നമ്മുടെ നെതർ പോർട്ടൽ. എവിടെയെന്ന് കറക്റ്റ് എനിക്കറിയില്ല. ഇതെവിടെയെന്ന് തോന്നുന്നു. ഒന്ന് കയറട്ടെ. ബ്ലോക്കില്ല, ഒരു വോൾ പ്ലേസ് മാത്രമുണ്ട്. എന്നാൽ ഞാൻ മേലെ കയറിയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. എന്താ വരുന്നത്? ഇതവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി. കോർഡിനേറ്റ്സ് 103, 95, 21. ഓർത്ത് വെക്കണേ. ഞാൻ അവിടെ തന്നെ 2 വെച്ച് കഴിഞ്ഞു, ഓൾറെഡി വെച്ചു. ഈ കോർഡിനേറ്റ്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് വെക്ക്. അയ്യോ, ചത്തേനെ അവിടെ പോയിട്ട് വീണ്ടും സ്പോണാവും. നമ്മൾ കീപ്പിന് ഇൻവെൻ്ററി ഓണാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഈ വീഡിയോക്ക് 50 ലൈക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കീപ്പിന് ഇൻവെൻ്ററി ഓഫ് ആക്കും. അപ്പം എന്തായാലും കീപ്പിന് ഒരു ഓഫ് ഉണ്ടല്ലോ. ഇവിടെ വെക്കാം. ഇനി വെള്ളമില്ലല്ലോ, ഇതിൽ വെള്ളം ഒഴുകി കളിക്കണം. എന്നാൽ ഈ വെള്ളവും കൂടെ വേഗം എടുക്കാം. എടുത്ത് വേണം ബാക്കി ചെയ്യാൻ. ഇതെങ്ങ് വേഗം ചെയ്യും ഗൈസ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് എല്ലാം കേൾക്കേണ്ട മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഒക്കെ അവിടെ. ഓക്കെ, ഈ വെള്ളം ഇവിടെ എല്ലാം വെക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി മണ്ടേ പോയി തെങ്ങ് എടുത്തിട്ട് വരാം. എന്നാൽ അതിൻ്റെ മണ്ടയ്ക്കടുത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്താ വരുന്നത്? നമ്മൾ എത്തി. ഇവിടെ എത്തല്ലേ? അതെ. ഇനി ഒരു ബക്കറ്റും കൂടെ ലാവ് എടുക്കാം. നേരെ പോവാം. ചാവരുത്. ഇവിടെ നിന്ന് ചമ്മേ, അയ്യോ ചാവരുത്. തന്നെ. ഇനി നമുക്കിനി അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ദേ വരുന്നേ. അല്ലെങ്കിൽ കഴിച്ച് ഈ വീട് ലോങ് ആയിപ്പം, അതുകൊണ്ടാണ് ഇതാ വരുന്നു. അവിടെയാ എത്തി. ഇതിവിടെ വെച്ച് അയ്യോ ഒന്ന് ഇത് ഈ വെള്ളം ഇവിടെ കിടക്കട. ഇതിൻ്റെ മണ്ടപ്പത്ത് ഇനിയും എടുത്തിട്ട് വരാം. ഇതെപ്പം വരും? സന്ധ്യ വന്ന്. അയ്യോ, വേഗം പോയി കിടക്ക്. അയ്യോ അമ്മേ, സുഭാഷേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണേ. ചാവൂ, ദൈവത്തിനറിയാം. അയണായി കാണൂല്ലോ, ഫുൾ അയൺ ആർമറാണ്. ഓടറേ ചാറുകുണ്ണേ. അയ്യോ അമ്മേ, ക്ഷീണ. ഞാൻ പാത്തൊക്കെ റെഡിയാക്കിയിരുന്നു. ഉണ്ടല്ലേ. ഗുഡ് നൈറ്റ് ഗൈസ്. കൊക്കര കോയ്. എന്താ അർച്ചം മണ്ണാടിക്ക്?
എൻ്റെ 10 കിട്ടിയല്ലോ. എന്നാൽ അതാ നമുക്ക് ഇവിടെ 3 ഉണ്ട്, 13 ഇതുകൊണ്ട് നമുക്ക് ഓക്കെ അതുകൊണ്ട് ആയിക്കോട്ടെ. എന്താക്കാം, കുറച്ച് സ്റ്റിക്ക് ആണല്ലോ അല്ലേ. ഈ 3 വുഡ് എടുത്ത് പ്ലാങ്ക് ആക്കാം. എന്നിട്ട് പുതിയ നമ്മുടെ അയണിൻ്റെ പിക്കുണ്ട്. ആദ്യം നമുക്ക് അയണിൻ്റെ എന്തുണ്ടാക്കാം, സോഡ് ഉണ്ടാക്കാം. പിന്നെ ഒരു ആക്സ് അല്ലോ ഇല്ലേ, പിക്കാക്സ് അല്ല സോഡ്, പിക്കാക്സ്, ആക്സ്. നമ്മൾ ഫുൾ അയൺ ടൂൾസായി. നമ്മൾ അയണിൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് ഓർഡറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെൽമെറ്റ്, പാൻറ്, ഇപ്പം തന്നെ ഇനി ഒരു ഇതും കൂടെ ഉണ്ടാകണം, കാലിടണം. എന്ത് ബൂട്ട്സ്, നോർമൽ കിട്ടാം. ഇനി ഇതും കൂടെ അങ്ങ് ഇട്ടാൽ കഴിഞ്ഞ്. യെസ്, ഇതും കൂടെ മതി. പോരെ, അത് മതി. ഫുൾ അയൺ ആർമർ, ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് വൈകിട്ട് അവിടെ പോയി അങ്ങ് സെറ്റാക്കാം. അത് ഇൻവെൻറ്റോറി ഒന്ന് ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്യട്ടെ. ഈ സോർട്ട് ചെയ്ത് നിങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്താ വരുന്നത്? അയ്യോ, അത് റെക്കോർഡായില്ലേ? ഗായ്സ്, ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെയും കിട്ടി, പിന്നെ ഒരു പട്ടീൻ്റെ അമ്മയാന്ന് തോന്നുന്നു. ഒരുമിച്ച് നിൽക്കണ്ടായിരുന്നു. അതുങ്ങളെ 2നും കിട്ടി. വലുതിൻ്റെ പേര് കുട്ടു, ചെറുതിൻ്റെ പേര് സുട്ടു. പേര് കുട്ടു. അതിന് ഫുഡ് കൊടുക്കണേന്. അയ്യോ തല്ലനല്ലല്ലോ, നിനക്ക് ഫുഡ് തരാനല്ലേ നോക്കിയപ്പോൾ എന്നങ്ങല്ലേ സുട്ടു എന്നല്ലേ. ഒന്ന് നിനക്ക്, ഒന്ന് നിൻ്റെ അമ്മയ്ക്ക്, കുട്ടുവിന്. കുട്ടു ഇന്നാ എല്ലാവരും വരൂ. കുട്ടു സുട്ടു വരൂ. നമുക്ക് നേരെ ഇതുങ്ങളെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്താ വരുന്നത്? ഗൈസ്, ഇത് 2 പേര് എങ്ങനെയൊക്കെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇതുങ്ങൾ സുട്ടുവാണെങ്കിൽ ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുന്നുമില്ല, കിടന്ന് കഷ്ടപ്പെടാം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ? അയ്യോ, സൈഡിൽ കാണിക്കുന്നില്ലോ, മേലേക്ക് തൊണ്ടെടുക്കാന്ന്. ഇവിടെ നിൽക്കണേ, ഇത് പറ്റുന്നില്ല. അതെന്താ, നമുക്ക് അവിടെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്താ വരുന്നത്? ഞാൻ അവിടെ പോയി എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നു. ഗായ്സ്, ഞാൻ അവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതവിടെ വെള്ളം കോരി വെച്ചു. നമുക്കിവിടെ റീസ്പോൺ സെറ്റ് ചെയ്യാം. നമുക്കിവിടെ ചെറുതായിട്ട് കീപ്പിനുണ്ടോറ് ഉണക്കിക്കൊണ്ടേ നമുക്ക് സുഖമായതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ചത്താൽ മതിയല്ലോ, ഇവിടെ എത്തിക്കോളൂ. ഓയ് ചാവരുത്. എന്നിട്ട് ഇവിടെ പോയിട്ട് കേൾക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കണ, ക്ഷമിക്കണേ. ഇനി ഇവിടെ പോയിട്ട് നമുക്ക് അന്ന് ഈ പോർട്ടൽ മൊത്തം സെറ്റാ. ഇങ്ങനെ ലാഭം കൊണ്ട് ചോദിച്ച് നിങ്ങളെ ബോർഡ് എടുപ്പിക്കുന്നില്ല. ഇത് മൊത്തം സെറ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇതാ വരുന്നേ. ഞാനിത് എത്രയും ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലോക്ക് കൂടിപ്പോയി വെച്ചത്. അപ്പോൾ ഇതാ വലിയൊരു ബോർഡിലാണ് സെറ്റ്. നമുക്ക് ഡയമണ്ടൊക്കെ കെട്ടിയിട്ട് ഇത് പൊട്ടിച്ച് നമ്മുടെ ബേസിൻ്റെ അടുത്ത് വെക്കാം. അതൊരു ഇവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വേണം, അതിന് അയൺ വേണം, ഗ്രാവലും വേണം. അപ്പോൾ അതെടുക്കാൻ പോകണം. തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇട്ടുണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഗൈസ്. എത്ര 40-60 മിനിറ്റ് എത്ര എടുത്തു. അയ്യോ ഗൈസ്, ഇവിടെ എത്ര പേർക്ക് പരീക്ഷയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കും പരീക്ഷ ഗൈസ്. പരീക്ഷ ടൈമിലാണ് ഞാൻ കണ്ടൻറ് ഇടുന്നത്. നാളെയും കൂടെ പരീക്ഷ കഴിഞ്ഞു, 10 ദിവസം ഹോളിഡേ. ഗൈസ്, നമ്മുടെ കുറേ പേര് അറിഞ്ഞിട്ടില്ല ഗൈസ്, നമ്മൾ ഡെയിലി കണ്ടൻറ് ആയതുകൊണ്ട്. ഇപ്പം ഡെയിലി വീഡിയോ ഇടുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് മാസത്തിലൊരിക്കൽ വീഡിയോ ഇടുന്നവനായിരുന്നു ഞാൻ. അപ്പോൾ ഇവർ കുറേ പേര് അറിഞ്ഞിട്ടില്ല. എന്ത് പറയണ, അതൊരു അയൺ എടുക്കട്ടെ. ഇത് മൊത്തം ഒന്ന് ഇൻവെർട്ടോറി ഒന്ന് സോർട്ട് ചെയ്യട്ടെ. ഇൻവെർട്ടോറിയൊക്കെ ഫുള്ളായി. നമുക്കൊരു ഇതുണ്ടാക്കണം, തട്ടിക്കൂട്ട് സ്റ്റോറേജ് സെറ്റ് ചെയ്യണം. കണ്ടോ, ഇപ്പം തന്നെ ഇതൊക്കെ ഫുള്ളാവാനായി. അടുത്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം,
നെതറിൽ നമുക്കൊന്ന് സേഫ് ആക്കണം. പിന്നെ നമുക്ക് നെതർ സേഫ് ആക്കുക മാത്രമല്ല ചെയ്യാം, നമുക്ക് ഇതും കൂടെ ചെയ്യാം. ചെറിയ സ്റ്റോറേജ് തട്ടിക്കൂട്ടാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് സ്റ്റോറേജും സെറ്റ് ചെയ്യണം, നമുക്ക് നെതറിലേക്കുള്ള വരിയും ശരിയാക്കണം. നെതറിൻ്റെ ഉള്ളിൽ കുണ്ടും കുഴിയും ഉണ്ടെങ്കിലേ അതും ശരിയാക്കണം. ഇപ്പം തന്നെ ഇൻവെർട്ടർ ഏകദേശം ശരിയായി. ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഒന്നും കത്തിക്കാനില്ല, അന്ന് ഇവിടുത്തെ പ്ലാങ്ക് വെക്കാം. അത്രേ ഉള്ളൂ. ഇത് മൊത്തം എടുത്ത് പ്ലാങ്ക് വെക്കാം. മൊത്തമൊന്നും വേണ്ട, 8 മതി. ഫുഡൊന്നും ഇല്ല, ഫുഡുണ്ടെങ്കിൽ ക്ഷേമ. ഇതെവിടെ നിന്ന് കുക്കട്ടെ. സുട്ടു ഹായ്, കുട്ടു ഹായ്. ഒരെണ്ണം മതി. ഇതെവിടെ കിടന്ന് കുക്കാവട്ടെ. ഇനിയിപ്പോൾ ഇതൊരു ഗ്രാവൽ ഒപ്പിച്ച് തരാം. നമ്മുടെ മൈനിങ് റൂമിൻ്റെ അവിടെ പോയാലും മതി, അപ്പോൾ തന്നെ കിട്ടും. ഭയങ്കര ചെറിയ വീടല്ലേ. നമ്മളെ മെഗാ ബേസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സുധിയാണൻ്റെ ഏകദേശം അതൊക്കെ വരും. പക്ഷെ നമ്മൾ ഫുള്ള് ഗ്ലാസ് അയക്കുന്നുള്ളൂ. ഒരു കൊട്ടാര ഫീല്. 3 നില അതല്ല ഗ്രാവലിരിക്കണം. ഇത് മൊത്തം എടുക്കാം. ഈ ഒരെണ്ണം വെച്ച് തന്നെ നോക്കാം ലക്കുണ്ടോന്ന്. ഇന്ന് ഞാൻ പരീക്ഷയ്ക്ക് പൊട്ടുമെങ്കിൽ ഈ ഗ്രാവൽ ഇപ്പോൾ ഫ്ലിൻ്റായി കിട്ടും. നമുക്ക് ഈ വർഷം 500 സബ്സ്ക്രൈബേഴ്സ് ആവുമെങ്കിൽ നമ്മൾ ഇത് മൊത്തത്തിൽ ഇവിടെ എന്താ ഞാൻ പറയുക, ഈ വർഷം നമുക്ക് ഈ അക്കൗണ്ട് വലിയ പ്രശ്നം. ഈ വർഷം നമ്മൾ ഡെയിലി വീഡിയോ ഇടുകയും ഇപ്പോൾ ഇത് പൊട്ടിക്കിട്ടും. അപ്പോൾ എവിടേക്ക് കുഴപ്പങ്ങളുണ്ടെന്നാണല്ലോ. നമുക്ക് ഇത് മൊത്തം പൊളിക്കാം. ഇതിനകത്ത് ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ വർഷം നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് 500 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതിന് മിസ്റ്റേക്ക്. ഓക്കെ, കിട്ടിയെന്ന് തോന്നുന്നു. അവിടെ അതിന്ന് കിടന്നുറങ്ങട്ടെ ഞാൻ. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അത്രേ ഉള്ളൂ. എൻ്റെ ഒരു പാട്ടുണ്ട്, ഞാൻ സ്വന്തം ഉണ്ടാക്കിയ പാട്ട്. അത് റിവീൽ ചെയ്യണം. അതിവിടെ നമ്മൾ ഇറക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ വാട്ട് ഹെൽ. ഇതാ നമ്മൾ ഫസ്റ്റ് വെച്ച ബ്ലോക്കും ഇതാ വുഡാണ് നമ്മൾ ആദ്യം മൈൻ ചെയ്ത ബ്ലോക്ക് കേട്ടോ. അവിടെയാണ് നമ്മൾ ആദ്യം സ്പോൺ ചെയ്തത്. ഞാൻ അപ്പം തന്നെ അവിടെ എടുത്ത് വെച്ച ഒരു രസത്തിന്. ഇനി നേരെ പോയിട്ട് ഒരു ഫ്ലിഞ്ചർ സ്റ്റീൽ ഉണ്ടാക്കി അവിടെ പോയിട്ട് നമ്മൾ പോർട്ടൽ അങ്ങ് ലൈറ്റ് ചെയ്യാം. പോർട്ടൽ ലൈറ്റിംഗ് ടൈം. അടുത്തോട്ട് നമ്മളെപ്പോൾ ചുവന്ന് അപ്പോൾ വീഡിയോ ഉണ്ടാവും. ഇത് നമുക്കൊന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം. മരം മൊത്തം മുറിക്കണം. ഇവിടെ ഒരു മരമുള്ള അങ്ങനെ മുറിക്കണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതൊക്കെ ചെയ്യണമല്ലേ. നമുക്ക് നെതറിലേക്ക് ഒരു വഴി ശരിയാക്കണം, കൃത്യമായ ഒരു വഴി. പിന്നെന്താ ചെയ്യുക, എൻ്റെ ഓറാൻകുട്ടൻ മുത്തപ്പേ കാട്ടണേ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തിടാൻ മറക്കല്ലേ. നമ്മൾ എത്തിയിട്ടുണ്ട്. അല്ല, നെതറിൽ എൻ്റെ അടുത്ത് ഫോട്ടോസ് അതിൽ ഉണ്ടാവുമോ? ഉണ്ടായി ഭയങ്കര ലിക്കായി പോവും. അടുത്ത വീഡിയോ നമുക്ക് ഒരു വില്ലേജിനെ അവിടെ വെച്ച് ഇൻട്രോ എടുക്കാം. ഞാൻ അടുത്ത വീഡിയോ വില്ലേജ് കൊണ്ടുവരിക്കാൻ ഞാൻ ശ്രമിക്കാം. കുറേ തപ്പാം. ഇതാ നമുക്ക് ഞാൻ വിചാരിച്ച ദിവസം ശരി എന്നാ ബക്കറ്റ് വെള്ളം കോരി അവിടെ വെച്ച് ഗുഡ്രാ. ഗുഡ്. അതൊക്കെ വലിയ ഗുഡ്. നമുക്ക് ബ്ലോക്ക് ഇവിടെ വെക്കാം. വെച്ച് അങ്ങോട്ട് പോകാൻ നോക്കാം. ഇനി ഇങ്ങോട്ടും ഇങ്ങനെ കുഴിച്ചല്ല, നമുക്ക് വെച്ച് പോവാം ഇങ്ങോട്ട്. ഹലോ ഗൈസ്, അടുത്തത് ഇനിയുണ്ടോ? ഇല്ലല്ലേ, ഇപ്പോൾ ഒരെണ്ണയാണല്ലോ.
ബ്രീഡർ ഉണ്ടാക്കണം അത്യാവശ്യം പൈസ. നമുക്ക് വില്ലേജ് കൊണ്ടിരിക്കണം അടുത്തത്. ഇതെന്ന് വെച്ച് ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇനി അവിടെ മതിലൊരു വെക്കാം. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് സ്റ്റെപ്പ് പോലെ കുഴിക്കാം. അപ്പോൾ കൃത്യം നല്ലത് കിട്ടും. ഷീഡാണ് ബ്ലോക്കൊക്കെ പറ്റില്ലല്ലോ അമ്മേ. ഇന്ന് എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വഴി ശരിയാക്കാം. പിന്നെ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാം. ബൈ.